ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് തയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആലിയ കട്ട് പെപ്ലം ടോപ്പാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട മെഷർമെൻറ്റ്സാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. അതിൽ ഒരു സൈഡ് നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ മെഷർമെൻറ്റ്സും കാര്യങ്ങളും എഴുതിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വേണ്ടത് 24 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അതിലൊരു 2.5 ഇഞ്ച് സീം ആഡ് ചെയ്യുന്നുണ്ട്. അതായത് യോക്ക് പോർഷനിൽ വരുമ്പോൾ എനിക്ക് 14 ഇഞ്ച് മതി. കണ്ടോ, 14 മതി. അപ്പോൾ അതിൽ മുകളിൽ ഷോൾഡറിൻ്റെ സൈഡ് അടിച്ചു പോകാനായിട്ടൊരു 1/2 ഇഞ്ച് വേണം. അതുപോലെ താഴെ ഒരു 1/2 ഇഞ്ച് വേണം. അങ്ങനെ ഒരു 1 ഇഞ്ച് സീം അലവൻസാണ് യോക്കിൽ നമ്മൾ ആഡ് ചെയ്യണത്. 2.5ൽ 1 ഇഞ്ച്, അപ്പോൾ 14 + 1 15. അതുപോലെ ബോട്ടം പോർഷനിൽ ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 എനിക്ക് കംപ്ലീറ്റ് വേണ്ടത്. അപ്പോൾ 14 + 10 24, അങ്ങനെയാണ് ടോട്ടലി. അതിൻ്റെ സീം വേണ്ടത് 1.5 ഇഞ്ചാണ്. അതായത് താഴെ 1 ഇഞ്ച് മടക്കി അടിക്കാനും മുകളിൽ 1/2 ഇഞ്ച് കൂട്ടിച്ചേർക്കാനുമാണ് വേണ്ടത്. അപ്പോൾ അത് മൊത്തം 11.5 ഇഞ്ച് വേണം. കംപ്ലീറ്റ് ഇത്രയും വേണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഫിഗറിൽ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് യോക്ക് പോർഷനിൽ ലെങ്ത്ത് ഇങ്ങനെയാണ്, 15 ലെങ്ത്ത് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇപ്പം ഞാൻ വരക്കുന്നത് ബാക്ക് പോർഷൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതും 15 ഇഞ്ച് നമ്മളിങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഞാനിവിടെ ഒരു 5 ഇഞ്ച് ഞാൻ കയറ്റി വരക്കുന്നുണ്ട്. ആലിയ കട്ടിന് വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ചാണ് ഞാൻ കയറ്റി എടുത്തേക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഈ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തേക്കണ ആ ഒരു പോർഷനിൽ ഞാൻ ഒരു 1 ഇഞ്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പൊക്കത്തേക്കൊന്ന് വളച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്, രണ്ട് സൈഡും. നമ്മൾ ടോപ്പ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്, തൂങ്ങി ഒന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. നെക്സ്റ്റ് ഷോൾഡറാണ്. ഷോൾഡർ ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ. നെക്ക് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യണം. നെക്ക് വിഡ്ത്ത് ഇവിടെയാണ്. അപ്പോൾ എനിക്കൊരു 3 ഇഞ്ച് മതി. അപ്പോൾ അത് മാർക്ക് ചെയ്ത് മാറ്റി വേണം നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മളത് ലാസ്റ്റ് ആയിരിക്കും, ക്യാൻവാസ് വെച്ചതിന് ശേഷം ആയിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ രീതി ഞാൻ ലാസ്റ്റ് കാണിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് രണ്ടിൻ്റെയും അതെടുക്കുക. 6 എനിക്ക് ഫ്രണ്ടിൽ വേണ്ടത്, ബാക്കിൽ 2.5 മതി. ചെസ്റ്റിൻ്റെ അളവ് എടുക്കുമ്പോൾ എനിക്കിവിടെ 8.75 വരുന്നത്. അതായത് എത്രയാണ് നമുക്ക് ചെസ്റ്റ് റൗണ്ട് വരുന്നതെന്ന് നോക്കാം. എനിക്കിവിടെ 34.5 വരുന്നത്. അതിൻ്റെ /4 ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് ഈ 8.75 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെടുത്തിട്ട് നമുക്ക് എത്രയാണോ സീം വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 സീം എടുക്കാനായിട്ട് നോക്കണത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടണത് എന്താണോ അതാണ് നമ്മൾ ചെസ്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ 10.25 കിട്ടിയേക്കുന്നത്, 10.25. പിന്നെ വേസ്റ്റും അതുപോലെ തന്നെ നോക്കുക. എത്രയാണോ നമുക്ക് മൊത്തം ഉള്ളത് അതിനെ /4 ചെയ്യുക, സീം ആഡ് ചെയ്യുക. അപ്പോൾ 29 എൻ്റെ വേസ്റ്റ്. അതിനെ 4 ഭാഗിച്ചിട്ട് എത്രയാണ് കിട്ടുന്നത് അതിനോട് 1.5 സീം ആഡ് ചെയ്തിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ എനിക്കിവിടെ 8.75 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതെടുക്കേണ്ടത്. എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും ജസ്റ്റ് പറഞ്ഞു പോവാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു പോവാണ്. ചെസ്റ്റ് അളവ് ഇവിടെയാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ കൈക്കുഴി മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വരച്ചല്ലോ, എൽ പോലെ വരച്ചല്ലോ, ആ ഒരു ഭാഗത്താണ് ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അത് ഈ ഒരു 8.75, അവിടെ കിട്ടിയ 8.75 ഈ പോർഷനിൽ മാർക്ക് ചെയ്യുക. പിന്നെ ആ സീം 1.5 ആഡ് ചെയ്യുക, ആ ഒരു രീതിക്ക്. അപ്പോൾ കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളവിടെ ചെയ്തേക്കുന്നത് പോലെ വരും. പിന്നെ താഴത്താണ് ഏറ്റവും താഴെയുള്ള ഭാഗം, അതായത് നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത് എവിടെയാണ്? ഏറ്റവും അടിയിലാണ്. 15 മാർക്ക് ചെയ്തല്ല, അതിൽ 14 വരുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ 7.25 മാർക്ക് ചെയ്യണത്. പിന്നെ പ്ലസ് 1.5 സീം ആഡ് ചെയ്യുക. അപ്പോൾ 8.75, മുകളിൽ 10.25. അപ്പോൾ അത് നമ്മൾ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 10.25 രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടണ 10.25 മാർക്ക് ചെയ്ത്, അതുപോലെ താഴെ 8.75 മാർക്ക് ചെയ്ത് കൊടുത്ത് സീമും നമ്മുടെ അളവും കൂടെ പ്ലസ് ചെയ്യണതാണ് ഇവിടെ ഒറ്റയടിക്കാൻ എഴുതിയേക്കണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ കഴിഞ്ഞ് അടുത്തതായിട്ട് വരുന്നത് ബോട്ടം പോർഷനാണ്. അതായത് ആ ഞൊറി വരുന്ന ആ ഒരു ഭാഗമില്ലേ, അതാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം വീതിക്ക് നമുക്ക് എത്രയാണോ ക്ലോത്ത് കിട്ടുന്നത് ആ ഒരു വീതിക്ക് എടുക്കുക.
ഞാനിവിടെ എടുത്തേക്കുന്നത് 41 ഇഞ്ചിൻ്റെ വീതിയാണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് ഫ്രണ്ട് പോർഷൻ്റെയാണ് ഞാൻ വരച്ച് കാണിക്കുന്നത്, അപ്പുറം ബാക്ക്. അപ്പം ഞാൻ അപ്പുറത്ത് ഞാൻ വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് മിസ്റ്റേക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ക്ലോത്ത് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ നീളം നമ്മൾ എടുക്കുന്നത് 11.5 ഇഞ്ചാണല്ലോ നമ്മൾ എടുക്കുന്നത്. 10 + 1.5 ഇഞ്ച് സീം ആഡ് ചെയ്തിട്ട് അത് രണ്ടിനും നമ്മൾ സെയിം ആയിട്ട് എടുത്തെന്ന് വിചാരിക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മൾ ഓൾറെഡി 5 നമ്മൾ കയറ്റി വരച്ചേക്കുന്നത് കാരണം നമ്മൾ ഇതിൽ 5 ഇറക്കി വരച്ചിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതായിരിക്കും നമ്മുടെ സെൻറ്ററായിട്ട് വരുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സൈഡ് വരുന്നത്. ബാക്കിലും 2 എണ്ണമാണല്ലോ നമുക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ഈ സൈഡ് വരുന്ന ഈ ഒരു പോർഷൻ 5 വിട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പോർഷനെ നമുക്കിവിടെ കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ളൂ. കണ്ടോ? അപ്പോൾ ബാക്കിൽ അവിടെ അത്രയും ഫുൾ ഉണ്ട് താനും. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് വേരിയേഷൻ വരും. അപ്പോൾ ആ ഒരു പ്രശ്നം വരും. ബാക്കിൽ കുറച്ച് ലെങ്ത്ത് കൂടിക്കിടക്കും, ഫ്രണ്ടിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ നമുക്ക് കൂട്ടി അടിക്കാൻ കിട്ടില്ല. ആ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ കറക്റ്റ് എത്രയാണോ വേണ്ടത് ആ ഒരു അളവെടുക്കുക. അപ്പോൾ 11.5 ഇഞ്ചാണ് നമുക്ക് നീളം വേണ്ടതെങ്കിൽ രണ്ടും സെയിം 11.5 ഇഞ്ച് ഫസ്റ്റ് നമ്മൾ വരച്ചു. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്രയാണോ നമുക്ക് ലെങ്ത്ത് കൂടുതൽ വേണ്ടത് അത് നമ്മൾ ഇവിടെ കൂടുതൽ ആഡ് ചെയ്യുക. ഈ ഒരു രീതിക്ക് സെൻറ്റർ പോർഷൻ കുറച്ച് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു നടുക്കത്തെ ഭാഗത്ത് ലെങ്ത്ത് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നടുക്കത്തെ ഭാഗം നമ്മളുടെ കയറിയിരിക്കും. കാരണം നമ്മൾ യോക്ക് പോർഷൻ ഓൾറെഡി 5 ഇഞ്ച് കയറ്റിയാണല്ലോ വെട്ടിയേക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്കവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് 5 ആണല്ലോ യോക്ക് പോർഷനിൽ ഞാൻ കുറച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ 5 തന്നെ ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ടോപ്പ് ഈ ഒരു രൂപത്തിൽ ഇരിക്കും. കറക്റ്റ് നേരെ തന്നെ എനിക്ക് കിട്ടും. ഞൊറിയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നേരെ കിട്ടും. പക്ഷേ എനിക്ക് കുറച്ച് റൗണ്ടായിട്ട് വേണം. കണ്ട, ഈ ഒരു ഇങ്ങനെ ഫ്രണ്ടിൽ എനിക്ക് കുറച്ച് റൗണ്ടായിട്ട് വേണം. അപ്പം ഞാനവിടെ 5 തന്നെ ആഡ് ചെയ്യുന്നില്ല. 5-നെക്കാട്ടും കുറച്ചുകൂടെ കുറവ്, നമുക്ക് എത്രയാണോ കുറവ് വേണ്ടത് ആ ഒരു രീതിക്ക്. എനിക്ക് അവിടെ ഒരു 2 ഇഞ്ച് കുറവ് മതി. എനിക്ക് ഫ്രണ്ട് പോർഷനിൽ മാത്രം ഒരു റൗണ്ടായിട്ട് എനിക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, 5-ൽ നിന്ന് ഒരു 2 കുറച്ച് ഒരു 3 ഇഞ്ച് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. 5 ആണെങ്കിൽ എനിക്ക് നേരെ കിട്ടും. ഒരു കുറച്ചുകൂടെ കുറവാണെന്നുണ്ടെങ്കിൽ എനിക്കത് കയറ്റി അടിക്കുമ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടും കേട്ടോ. വരച്ചേക്കണതിൽ ഞാൻ യോക്ക് പോർഷൻ്റെ താഴേന്ന് കണക്ട് ചെയ്തേക്കുന്നത് നേരെയാണ് വരച്ചേക്കുന്നത്, അങ്ങനെയല്ല വി ആണ്. അപ്പോൾ അത് 3 ഇഞ്ച് ഞാൻ ആഡ് ചെയ്തിട്ട് ഞാൻ കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കുകയാണ് സൈഡിലേക്ക്. കണ്ടോ? ഇപ്പോൾ ഇങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ 2 സൈഡുകളാണ് അവിടെ കാണുന്നത്. ഇത് സെൻറ്റർ പോർഷനാണ്. അത് കൂടി ഇരുന്നോട്ടെ, നമുക്ക് യോക്ക് പോർഷനിലേക്ക് കയറി നമുക്ക് വരക്കാൻ പറ്റും. 2 സൈഡ് പോർഷൻ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. എത്ര 11.5 ഇഞ്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് കണക്ട് ചെയ്ത് വരക്കുമ്പോഴത്തേക്ക് ഇത് 2 ഞാൻ വരച്ച് വെച്ചേക്കണത് 2 ഫോൾഡ് ക്ലോത്ത് ആയിരിക്കും കേട്ടോ. 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കണ ക്ലോത്തിലാണ് ഈ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ കൂട്ടി യോജിപ്പിക്കണ ഭാഗം രണ്ടും 11.5 ഇഞ്ചായിട്ട് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം മുകളിൽ കാണിച്ചേക്കുന്നതല്ല ശരി, ഈ ഒരു മെത്തേഡാണ് കേട്ടോ ശരി. അപ്പം ആ മടക്കി ഇട്ടേക്കണ ക്ലോത്തിൻ്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 41ആണ്. മടക്കി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് 20.5 ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പം ഞാൻ ടോട്ടലാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. മടക്കി ഇട്ട് കഴിയുമ്പോൾ 20.5 ആയിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് സ്ലീവാണ് ചെയ്യണത്. അപ്പോൾ അതിലെനിക്ക് 16 ഇഞ്ചാണ് എനിക്ക് ആം ഹോൾ വരുന്നത്. അതിൻ്റെ പകുതി 8 എടുക്കുക. സീം എത്രയാണോ വേണ്ടത് അത് ആഡ് ചെയ്യുക. 1.5 9.5 രൂപ മൊത്തം. പിന്നെ സ്ലീവ് ഓപ്പൺ 13 വേണം, അതിൻ്റെ പകുതി എടുക്കുക. സീം ആഡ് ചെയ്യുക. അപ്പോൾ 6.5 ആണ് പകുതി എടുത്തപ്പോൾ കിട്ടിയത്, പ്ലസ് 1.5 കൂടെ സീം ആഡ് ചെയ്തപ്പോൾ 8 കിട്ടി. ആ ഒരു രീതിക്ക്. പിന്നെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് എടുക്കുക. ഞാൻ 15 ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് ഫിഗറിൽ വരച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആം ഹോളിൻ്റെ 9.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. അതായത് ഒരു 10-11 ഇഞ്ച് വരുന്ന ഒരു വീതിക്ക് എടുത്തിട്ട് നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 9.5 ഇഞ്ച് കിട്ടും. നമ്മളത് വെട്ടാൻ വേണ്ടി വരച്ചതിന് ശേഷം നമ്മൾ നോക്കുക 9.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൂടെ കൺഫേം ചെയ്യുക. അതുപോലെ താഴെ നമ്മൾ 8 ഇഞ്ച്, പിന്നെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ലെങ്ത്ത് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഈ ഒരു അജ്രക് മെറ്റീരിയലിലാണ് ചെയ്യണത്. ഇതിൻ്റെ നല്ല വശം ഞാൻ മടക്കി ഇട്ടേക്കാണ്. ചീത്ത വശത്താണ് വരയ്ക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ 2ആക്കി മടക്കിയിട്ടിട്ട്
ബാക്കി ഇതിൽ ചെയ്യുന്ന പോലെ നമുക്കിപ്പോൾ അടയാളപ്പെടുത്തിയ പോലെ മെഷർമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് നമുക്ക് വരച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഈ മടക്കി ഇട്ടേക്കുന്ന തുണിയിൽ നിന്ന് എനിക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ ഞാൻ എടുക്കുകയാണ്. അതായത് ലെങ്ത് ആണ് കേട്ടോ നോക്കുന്നത്. 15 ഇഞ്ചിൽ ഞാൻ താഴേക്ക് മാർക്ക് ചെയ്ത്, അപ്പോൾ എനിക്ക് ബാക്ക് സൈഡിലെയും ഫ്രണ്ട് സൈഡിലെയും ഭാഗം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് 15 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചിട്ട് എൻ്റെ ഷോൾഡർ ഞാൻ വരക്കുകയാണ്. അപ്പോൾ 6.5 വേണ്ടത്. പക്ഷേ നമ്മൾ തയ്യൽ തുമ്പ് പോകുന്നത് കാരണം ഒരു 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 7 ഇഞ്ച് എടുക്കണം കേട്ടോ. ആ ഒരു തയ്യൽ തുമ്പ് നമുക്ക് പോകുന്നതാണ്. അപ്പോൾ അത് വേണ്ട 7 ഇഞ്ച് എടുക്കുക. ബാക്കി ചെസ്റ്റൊക്കെ നോർമൽ രീതിക്ക് തന്നെ നമ്മൾ ഫോളോ ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കൈക്കുഴി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് ഞാൻ മുകളിലേക്ക് വരച്ചു കൊടുത്തതിന് ശേഷം കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ അകത്തേക്കുള്ളത് ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എൽ ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ, അത് ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് നമ്മൾ നീക്കി വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കുക. അവിടെ നിന്ന് നമ്മൾ ഈ 1 ഇഞ്ച് തന്നെ കുഴിച്ച് വരയ്ക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ഒരു ഭാഗം ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. ബാക്ക് സൈഡാണ് ആദ്യം വരച്ചത്. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട്, അതായത് 1/2 ഇഞ്ച് വിട്ടിട്ടുള്ള ഭാഗത്തിൻ്റെ എടുത്തിട്ട് പകുതി ഭാഗം എത്രയാണോ അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ ടച്ച് ചെയ്യണ രീതിക്ക് നമ്മൾ വരച്ച് ഈ ഒരു പോയിന്റിലും കൂടെ ടച്ച് ചെയ്ത് നമ്മൾ കുഴിച്ച് വരച്ച് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഫുൾ കട്ട് ചെയ്തെടുക്കാം. ആ ഒരു 1/2 ഇഞ്ച് ഞാൻ താഴേക്ക് ഇറക്കി വരച്ചിട്ട് കട്ട് ചെയ്യണുണ്ട് കേട്ടോ. കോണാക്കി വരച്ചിട്ട് ഞാൻ കട്ട് ചെയ്യണുണ്ട്. നമ്മളുടെ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ വരുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പം ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും രണ്ടാക്കി ഇട്ടിട്ട് നമ്മൾ ആ കുഴിച്ച് വരച്ചല്ല അത് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക. കണ്ടോ, വെട്ടിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും അടയാളപ്പെടുത്തണം, അതായത് മാറിപ്പോകാതിരിക്കാനാണ്. ഇതിൽ നമുക്ക് മാറിപ്പോകാൻ ചാൻസ് കുറവാണ്, കാരണം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ 5 ഇഞ്ച് കയറ്റി വരക്കണുണ്ട് ഈ ഒരു ടോപ്പായത് കാരണം. യൂഷ്വലി നമ്മൾ എല്ലാ ടോപ്പും ചെയ്യുമ്പോൾ ആ ഒരു രീതിക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മൾ, അതായത് ബാക്ക് പോർഷൻ നമ്മൾ എടുത്തിട്ട് ഈ ഒരു 1 ഇഞ്ച് കയറ്റി വരച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. സെൻറ്റർ പോർഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നോച്ചിട്ട് കൊടുക്കണുണ്ട്. അപ്പം നമുക്ക് ഈ 2 സൈഡും ഇങ്ങനെയാണ് കിട്ടിയേക്കണത്. ഈ ഒരു രീതിക്കാണ് കിട്ടിയേക്കണത് 2 സൈഡും. അടുത്തത് ഞാൻ കട്ട് ചെയ്യാൻ പോണത് ആ താഴ്ഭാഗത്ത് ഞൊറി വെച്ച് കൊടുക്കാനുള്ള സ്പേസ് ഇതുണ്ടല്ലോ, അതാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പം നമുക്കത് 20.5 ഇഞ്ചാണ് മടക്കി ഇട്ടിട്ട്, അതായത് മൊത്തം 41 ഇഞ്ച് മടക്കി ഇട്ടിട്ട് ഞാൻ മെഷർമെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് 20.5 ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ മടക്കി ഇട്ടേക്കണ ക്ലോത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ 11.5 ആണ് ബാക്ക് പോർഷൻ വരുന്നത്. ഫ്രണ്ടിൽ 11.5 + 3 കൂടെ വരും. അപ്പോൾ ആദ്യം അതാണ് ഞാൻ കട്ട് ചെയ്യണത് കേട്ടോ.
അപ്പോൾ 3 കൂട്ടി എടുത്തേക്കുന്നിടത്ത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളുടെ ഓപ്പൺ ഭാഗം, അതായത് തുറന്നിരിക്കുന്ന ഭാഗം വരുന്നിടത്താണ് ഞാൻ 3 ഇഞ്ച് ഇറക്കി താഴെ വരച്ചിട്ട് ചരിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. അടുത്തത് ബാക്ക് പോർഷൻ നമുക്ക് ലെങ്ത് എത്രയാണോ അത് കട്ട് ചെയ്തെടുക്കാം. 11.5 വെച്ചിട്ട് വരച്ചു കൊടുക്കാം, കട്ട് ചെയ്തെടുക്കാം. നേരെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതുകൂടി കഴിയുമ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ സ്ലീവാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്ലീവ് ഞാനിങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്, വെട്ടിയല്ല വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് എത്രയാണ്? 9.5 നമുക്ക് വേണ്ടത്. മുകളിലത്തെ പോർഷൻ നമുക്ക് പകുതി സൈഡ് വേണ്ടത്, പകുതി ഭാഗം വേണ്ടത്. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനൊരു 10 വിട്ടെടുത്തിട്ടാണ് അത് വരച്ചേക്കണത്. നിങ്ങളതുപോലെ നോക്കുക. സ്ലീവ് എല്ലാവർക്കും കട്ട് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വരച്ച് വെച്ചിരിക്കുന്ന ഭാഗം കട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇവിടെ ലെങ്ത്ത് കുറച്ച് കുറവുള്ളത് കാരണം ഞാൻ സൈഡിലത്തെ പോർഷൻ എടുത്തിട്ട് കുറച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചു ചേർത്താണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ ഒരു രീതിക്ക് കറക്റ്റ് 15 എനിക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ സീമെല്ലാം ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. മുകളിൽ ഒരു അരഭാഗം പോകും, പിന്നെ അതുപോലെ നമുക്ക് ഈ ക്ലോത്ത് അടിച്ച് കൂട്ടാനുള്ളത് അര. അപ്പോൾ അങ്ങനെ ഒരു 1 പോകും. പിന്നെ താഴെ നമുക്ക് എത്രയാണോ മടക്കി അടിക്കാൻ വേണ്ടത് ആ ഒരു രീതിക്ക്. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എങ്ങനെയാണെന്നുള്ള രീതിക്ക് നിങ്ങൾ എടുത്ത് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് താഴെ നല്ല രീതിക്ക് ഇച്ചിരി ലൂസ് വേണ്ടത് കാരണം ഞാനിത് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നില്ല. ഫ്രണ്ടിൽ ഞാൻ ഇത്തിരി കുഴിച്ച് വെട്ടുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് അടുക്കെ ഒന്ന് കുഴിച്ച് വരച്ച് വെച്ചിട്ട് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഫ്രണ്ട് പോർഷൻ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അടുത്തത് ക്യാൻവാസിൽ ഞാൻ നെക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ക്യാൻവാസിൽ വരച്ചതിന് ശേഷമാണ് ഞാൻ നെക്കിലേക്ക് അടിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിക്ക്, അതായത് എനിക്ക് 3 ഇഞ്ചാണ് എനിക്ക് നെക്ക് വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക ഫസ്റ്റ്. പിന്നെ നമുക്ക് എന്തോരം ലെങ്ത്ത് വേണം അത് മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമുക്ക് ഒരു 3/4 ഇഞ്ച് നമുക്കൊരു വീതി വിട്ടിട്ട് ഇതിന് നമുക്കൊന്നും കൂടെ ഇപ്പുറം സൈഡിൽ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്ക് അവിടെ വെച്ച് കൊടുക്കുന്ന സമയത്ത് വൈഡായി പോവില്ല. അങ്ങനെ നമുക്കൊരു ഇത് കിട്ടും. കറക്റ്റായിട്ട് നമുക്ക് ആ 3 നമ്മൾ എടുത്തേക്കണ വിട്ടെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ കിട്ടും. അല്ലാന്നാണെങ്കിൽ വൈഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് എടുക്കാം കേട്ടോ മാക്സിമം. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ നെക്കും ചെയ്ത് കൊടുക്കുക. 3 ഇഞ്ച് നമ്മൾ വിട്ട് കൊടുക്കുക. പിന്നെ നമ്മളൊരു 3/4 ഇഞ്ച് മാറ്റി വരച്ചിട്ട് എത്രയാണ് വേണ്ടത്? ഞാനൊരു 2.5 എടുക്കുന്നുള്ളൂ ബാക്കിലേക്കുള്ള ഇറക്കം. ഫ്രണ്ടിൽ ഞാൻ 6 കേട്ടോ എടുത്തത്. വി നെക്കായിരുന്നു. ഇതൊരു യു നെക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. നമുക്ക് ഏത് നെക്കാണോ വേണ്ടത് അത് കറക്റ്റ് വരച്ചിട്ട് അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ നമ്മളൊരു 3/4 ഇഞ്ച് വിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. മുകളിലത്തെ ഭാഗം കട്ട് ചെയ്യാതെ നോക്കുക, നമുക്ക് നെക്ക് വൈഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിൽ നെക്ക് വരുന്നത്, ഇങ്ങനെയാണ്. അപ്പം നമ്മളിത് തേച്ചെടുക്കുക. ക്ലോത്തിൽ നമ്മൾ തേച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇതിലൊരു ഗ്ലേസിങ് എന്നൊരു ഭാഗമുണ്ട്, കണ്ടോ? ഇവിടെ ഒരു ഗ്ലേസിങ് എന്നൊരു സൈഡുണ്ട്. ആ സൈഡാണ് നമ്മൾ ക്ലോത്തിൽ വെച്ച് അയൺ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതി ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് അതിലാണ് ഞാൻ അയൺ ചെയ്തെടുത്തേക്കുന്നത്. ഇതുപോലെ നമ്മൾ എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ സൈഡ് ഒന്ന് വെട്ടി ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം ആ ഭാഗം ഒന്ന് മടക്കി അടിക്കുക. അത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് കട്ടിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.